കഴിവുണ്ടായിട്ട് ഒരാൾ ഹജ്ജ് ചെയ്തിട്ടില്ല എങ്കിൽ അയാൾ കുറ്റക്കാരനാണ്. അപ്പോൾ ഒരു കാരണമല്ലാത്ത നിസ്കാരം ഒഴിവാക്കിയുള്ള വിധി എന്താ? നബി പറഞ്ഞല്ലോ, അവൻ അവിശ്വാസിയാണ്. നിസ്കരിക്കാത്ത ഒരു മനുഷ്യൻ മുസ്ലിം, അവൻ അവിശ്വാസിയാണ്. നിസ്കരിക്കാൻ കഴിവുണ്ടായിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ അവിശ്വാസിയാണ്. അതേപോലെ ഹജ്ജ് ചെയ്യാൻ കഴിവുണ്ടായിട്ടും ഹജ്ജ് ചെയ്യാത്ത ആളുടെ ഇസ്ലാം എന്തല്ല, പൂർണ്ണമല്ല. അയാൾക്ക് കുറ്റം കിട്ടും, അത് സംശയമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അയ്യുഹന്നാസ് ഖദ് ഫറദല്ലാഹു അലൈക്കുമുൽ ഹജ്ജ ഫഹുജ്ജു. അല്ലാഹു നിങ്ങളുടെ മേൽ ഹജ്ജ് നിർബന്ധമാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഹജ്ജ് ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അത് നിർബന്ധമായ കൽപ്പനയാണ്. മറ്റൊരു ഹദീസിൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തഅജ്ജലു ഇലൽ ഹജ്ജ്. ഹജ്ജിലേക്ക് നിങ്ങൾ ധൃതി കാണിക്കണം. തഅജ്ജലു, അജലത്ത് എന്ന് പറഞ്ഞാൽ ധൃതി കാണിക്കണം. തഅജ്ജലു ഇലൽ ഹജ്ജ്, ഹജ്ജിലേക്ക് നിങ്ങൾ ധൃതി കാണിക്കണം. യാനി അൽ ഫരീദ, അഥവാ നിർബന്ധമായ ഹജ്ജ്. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു മനുഷ്യന്റെ മേൽ ആയുസ്സിൽ ഒരിക്കൽ നിർബന്ധമായ കർമ്മമാണ് ഏത്? ഹജ്ജ് എന്നുള്ളത്. അതാണ് ഹജ്ജിന്റെ പ്രത്യേകത. നിസ്കാരം എന്ന് പറഞ്ഞാൽ മരിക്കോളം നിസ്കരിക്കണം, മരിക്കോളം നിസ്കരിക്കണം. നോമ്പ് എന്ന് പറഞ്ഞാൽ ശേഷിയുള്ള ഒരാൾ മരണം വരെ നോമ്പ് നോൽക്കണം, മരിക്കുന്നത് വരെ നോമ്പ് നോൽക്കണം. സക്കാത്ത് സമ്പത്തുള്ളിടത്തോളം കാലം ഒരാൾ എന്ത് ചെയ്യണം? അയാൾ സക്കാത്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം. എന്നാൽ ഹജ്ജ് അങ്ങനെയല്ല. ഹജ്ജ് ഒരാളുടെ മേൽ നിർബന്ധമാകുന്നത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രമാണ്. നിർബന്ധമാകുന്നത് അതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുന്നത്, തഅജ്ജലു ഇലൽ ഹജ്ജ് യഅനി അൽ ഫരീള, നിർബന്ധമായ ഹജ്ജ്. എന്നാൽ രണ്ടാമത്തെ ആൾക്ക് ഹജ്ജ് ചെയ്തുകൂടെ ചെയ്യാം? അത് നിർബന്ധമല്ല, അയാൾക്ക് സുന്നത്താണ്. 2, 3, 4 തവണ ഹജ്ജ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു തവണ ചെയ്യൽ എന്താ? നിർബന്ധമായ ഹജ്ജാണ്. അതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഫഇന്ന അഹദകും ലാ യദ്രി മാ യഅരിദു ലഹു. ഹജ്ജ് ചെയ്യാനുള്ള കഴിവുണ്ടായിട്ട് ഹജ്ജ് ചെയ്യുന്നില്ല, നിർബന്ധമായ ഹജ്ജ് ചെയ്യുന്നില്ല. അയാൾക്കറിയില്ല നാളെ എന്താ സംഭവിക്കുക. ഒരുപക്ഷെ ഇന്നുള്ള സമ്പത്ത് നാളെ നഷ്ടപ്പെടാം, ഇന്നുള്ള സൗകര്യങ്ങൾ നാളെ നഷ്ടപ്പെടാം. അതുകൊണ്ട് തന്നെ ഒരാൾ വേഗം ഹജ്ജ് ചെയ്യണം.